സ്വദേശത്തെ റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിലാണ് നിൽക്കുന്നത്. വളരെ അതിമനോഹരമായിട്ട് ഐ ലവ് റിപ്പിൾ ടീ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഈ പൂവാണ് എന്ന് നല്ല ഭംഗിയാ. ഇതെന്ന് പറയുന്നത് സത്യത്തിൽ ഇത് ഇപ്പോൾ ഒരു ഗാർഡൻ വെറൈറ്റി ആയിട്ട് നിൽക്കുന്നെങ്കിലും നമ്മുടെ പണ്ടത്തെ നാട്ട് വഴി പോലത്തെല്ലാം നല്ല എന്താ പറയുന്നത് ഒരു നാട്ടുപൂച്ചെടി എന്നൊക്കെയാണ് നമ്മളിതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ലെന്താണെന്ന് പറയുന്നത് ഇവരിപ്പം ഈ ഒരു ഫാമിലിയിൽ പെട്ട ചെടിയെല്ലാം ഇപ്പം നല്ല ഗാർഡൻ വെറൈറ്റി ആയിക്കൊണ്ടിരിക്കേണ്ടത്. ഈ പൂവാണെങ്കിൽ ഇവിടെ ഈ റിപ്പിൾ ടീ എന്ന് എഴുതിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അതിമനോഹരമാക്കുന്നത് നമ്മുടെ ഈ പൂവാണ്. ഈ ചെടിയൊക്കെ കാണാൻ നല്ല മനോഹരല്ലേ? ഇനി നിങ്ങളും വരണം, ഈ ചെടികളൊക്കെ കാണൂ. ഈ ചെടി ഉണ്ടാവും, ഈ പൂവ് ഉണ്ടാവും. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നോ ഇതിന്റെ മഞ്ഞ കളറ് ഗാർഡൻ വെറൈറ്റി? സത്യത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ ആ നാട്ടുപൂച്ചെടി എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇപ്പം ഒരുപാട് ബയോടെക്നോളജി വഴി ഇതിൻ്റെയൊക്കെ ഒരുപാട് ഗാർഡൻ വെറൈറ്റീസ് ഉണ്ടാക്കി നമ്മുടെ ഗാർഡനെ അതിമനോഹരമാക്കി വെച്ചിരിക്കുന്നത്. മൂന്നാർ വന്നപ്പം വളരെ മനോഹരമായൊരു റെയിനി ഡേയിലൂടെയാണ് കടന്നു പോയത്. ആ മഴയത്ത് ആ മഞ്ഞത്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ, നല്ലൊരു പാട്ട് കേട്ടിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ എന്തൊരു സുഖമാണെന്നറിയാമോ. ഞാനും എൻ്റെ വൈഫും മക്കളും കൂടെ ഒരുപാട് ദൂരം ആ ഗ്രീനിഷായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള റോഡിലൂടെ നല്ല പാട്ടുകൾ കേട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ മൂന്നാർ മലമുകളിൽ മഴ പെയ്യുന്നത് കാണാൻ. തേയില നുള്ളിപ്പോകുന്ന ആളുകളും അവരുടെ കൂടെ ടൂറിസ്റ്റുകളും അവിടെ വന്നിട്ടുള്ള ആൾക്കാരും വണ്ടികളും ആ തിരക്കും ആ ക്ലൗഡിയായ മേഘങ്ങളും എന്ത് മനോഹരമാണെന്നറിയാമോ. കുറച്ച് നിമിഷം നമ്മളെ എല്ലാ ചിന്തയിൽ നിന്നും മാറ്റി വളരെ നല്ലൊരു ലോകത്തേക്ക്, പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മൂന്നാർ.